നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ ധനുഷിനോടുള്ള നന്ദേട്ടന്റെയും സന്ദീപിന്റെയും ആറ്റിറ്റ്യൂഡില് മാറ്റം സംഭവിച്ചേക്കാം. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. അല്ലാതെ ധനുഷിന് വേണ്ടി ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്നാല് അവർ രണ്ടുപേരും കൂടി എന്നെ കടിച്ചു കീറും. താലികെട്ട് ചടങ്ങിന് ഞാൻ പങ്കെടുത്തത് തന്നെ അവർക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനെ വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിക്കാൻ സാധിക്കുമല്ലോ അല്ലേ? ഏറ്റെടുത്ത ജോലി അവൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ ഓഫീസില് കുറച്ചും കൂടെ അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നല്ലോ എന്നും അച്ഛന് പരാതിയുള്ള സ്ഥലം. ധനുഷിന്റെ ഇടപെടൽ കൊണ്ട് അത് നന്നാവുന്ന ലക്ഷണമുണ്ട്. അപ്പോ അവനെ വിശ്വസിക്കാം അല്ലേ? ആ, 1 മാസം ഇങ്ങനെ പോട്ടെ. അവന്റെ പെർഫോമൻസ് നോക്കിയിട്ട് കമ്പനിയിലെ ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൂടി അവനെ ഏൽപ്പിക്കാനാണ് എന്റെ തീരുമാനം. നീ എന്തു പറയുന്നു? എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് നന്ദേട്ടനോടും സന്ദീപിനോടും ഒന്ന് ആലോചിക്കുന്നത് നല്ലത്. ധനുഷിന്റെ കാര്യം ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ പോലും അവര് തയ്യാറല്ല. പിന്നെന്തിനാ ഞാൻ അവരോട് ആലോചിക്കുന്നത്? കല്യാണത്തിന്റെ കാര്യം പോലെ അല്ല അച്ഛാ ഓഫീസിലെ കാര്യങ്ങള്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നന്ദേട്ടനാണ്. നന്ദേട്ടൻ പറയുന്നതാ ഓഫീസിലെ അവസാന വാക്ക്. അതുകൊണ്ട് നന്ദേട്ടനോട് ചോദിക്കാതെ എന്തെങ്കിലും തീരുമാനിച്ചാ ചിലപ്പോ അത് നന്ദേട്ടൻ ഇഷ്ടമായിന്ന് വരില്ല. ധനുഷിന്റെ പെർഫോമൻസ് കണ്ടിട്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ഇപ്പോ വേണ്ട. മാത്രമല്ല അവനെ ആ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് അച്ഛനാവുകയും ചെയ്യരുത്. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഏട്ടനെ കൊണ്ട് തന്നെ വേണം ആ ചുമതലകൾ അവനെ ഏൽപ്പിക്കാൻ. ധനുഷ് അവന്റെ ശത്രുവല്ലേ, പിന്നെങ്ങനെ അവനിതിന് സമ്മതിക്കും? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഓഫീസിൽ അവന്റെ പെർഫോമൻസിൽ നന്ദേട്ടൻ സാറ്റിസ്ഫൈഡ് ആവും. കാരണം നന്ദേട്ടൻ പലതവണ വിചാരിച്ചിട്ട് പോലും ഈ ഡിപ്പാർട്ട്മെന്റിനെ നേരെയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തന്നെ കുറെ ബന്ധുക്കളാണല്ലോ ആ ഡിപ്പാർട്ട്മെന്റിനകത്തിരിക്കുന്നത്. അതില് ചില സ്വകാര്യ താല്പര്യക്കാരും ഉണ്ട്. 2 ദിവസം കൊണ്ടുള്ള ധനുഷിന്റെ ഇടപെടലിൽ തന്നെ അവിടെ ചില സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധനുഷിന് പാരവയ്ക്കാൻ അവര് പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അതൊക്കെ മറികടന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അവൻ നേരെയാക്കിയാൽ നന്ദേട്ടൻ ധനുഷിനെ അംഗീകരിക്കും. ആ സമയത്ത് വേണം അച്ഛൻ നന്ദേട്ടനോട് ഇക്കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അച്ഛൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. നീ ഞാൻ വിചാരിച്ചതുപോലെയല്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അറിയാം. അർച്ചനയുടെ കൂടെ ജീവിച്ചതിന്റെ ഗുണം നിനക്ക് കിട്ടിയിട്ടുണ്ട്. നിന്റെ അമ്മയുടെ അതേ സ്വഭാവ അർച്ചനയ്ക്കും കിട്ടിയിരിക്കുന്നത്. കുടുംബത്തിന്റെ നന്മയ്ക്കും ഒത്തൊരുമയ്ക്കും വേണ്ടി അവള് തീരുമാനിക്കുന്നത് നമ്മളിലൂടെ അവള് നടപ്പാക്കും. ആ ബ്രില്യൻസ് അർച്ചനയ്ക്ക് നല്ലതുപോലെയുണ്ട്. എന്നാ നീ ചെല്ല്. അപ്പൊ ധനുഷ് പണി തുടങ്ങിക്കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.